ഹായ്, ഇത് ഞങ്ങളൊരു ഷെയ്ക്ക് ഉണ്ടാക്കാനാണ് വന്നേക്കുന്നത്. ഏത് ഷെയ്ക്കാ പിന്നെ? ഷാർജ ഷെയ്ക്കാണ്. അപ്പോൾ നോർമലി എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ പറയുക, ഈ സമ്മർ സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ സമ്മർ ഡ്രിങ്കൊക്കെ കൂടുതൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീഡിയോസായിട്ട് ഇടുന്നത് അതുകൊണ്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കപ്പലണ്ടി കാണുന്നുണ്ടോ? കുറച്ച് കപ്പലണ്ടി നമ്മൾ മിക്സിയുടെ ജാറിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നട്ട്സ്, കുറച്ച് നട്ട്സ്, ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയും ഞാൻ എടുക്കില്ല, 2-3 മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം ബാലൻസ് ഇതിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരയ്ക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കുറച്ച് തരിയൊക്കെ വേണം. ആ ഒരു രീതിയിൽ നമുക്കൊന്ന് അടിച്ചിട്ട് വരാം. പിന്നെ ഇതിൽ കപ്പലണ്ടി ആണെങ്കിൽ ഓൾറെഡി നമുക്ക് എന്താണ് വറുത്തതാണ്. അതുപോലെ തന്നെ മറ്റേ നട്ട്സ് പക്ഷേ വറുത്തിട്ടില്ല കേട്ടോ. ശരിക്കും അതൊക്കെ കുറച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ പച്ചക്കറി ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്ന് അടിച്ചിട്ട് വരാം. ഇപ്പോൾ ഇത് ഞാൻ തരിതരിയായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് പഴമാണ്. ഞാൻ 3 പഴം എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ 3 പഴം ഇതിനകത്ത് കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ 3 പഴം എടുത്ത് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇത് ചെറുതായതുകൊണ്ട് ഇത് പഴം ഏത് പഴമായാലും ഞാലിപ്പൂവനാട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ 3 എടുക്കുന്നുണ്ട്. കുഞ്ഞതായതുകൊണ്ടാട്ടോ 3 എടുക്കണത്. ഏത് പഴം വേണേലും എടുക്കാം. പൂവൻ പഴം ആണേലും എടുക്കാം കേട്ടോ. ഞാലിപ്പൂവനാണ് എടുത്തേക്കണത്. അത് കുറച്ചുകൂടി ടേസ്റ്റ്. ഇടാൻ പോണത് ബൂസ്റ്റാണ് കേട്ടോ. ഇത് 5 രൂപയുടെ പാക്കറ്റ്. അത് 2 ഇടാം. പിന്നെ അമ്മ ഇടാൻ പറ്റുക ഇടുന്നുണ്ട്. ഇത് എപ്പോഴും ഇതില്ലേ അത് 2 പാക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 പാക്കറ്റ് 3 പാക്കറ്റ് ഇട്ടാലും ടേസ്റ്റ്. 2 പാക്കറ്റ് ഉണ്ട്. പഞ്ചസാര ഉണ്ട്. ഇത് അവസാനം കുറച്ച് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ 2.5 അവസാനം ഇതിൻ്റെ മുകളിൽ കുറച്ചിടുന്നു. അത് 2.5 ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. തിന്നാനായിരിക്കും. ഇവിടെ ഇന്നോട്ടെ തട്ട പിടിക്കുന്ന സാധനം. പിന്നെ പഞ്ചസാര വേണ്ടേ? പഞ്ചസാര ഒരു 2 ടീസ്പൂണോളം ഉണ്ട്. ആദ്യം ഇച്ചിരി ഇട്ടുണ്ട്. 2 ടീസ്പൂണോളം ഇട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതിൻ്റെ ഇങ്ങനെയാട്ടോ. ഇതുണ്ടോ? ഇതിലേക്ക് നമ്മളിനി എന്താ ഒഴിക്കാൻ പോണ? പാലാണ് ഒഴിക്കാൻ പോണത് കേട്ടോ. ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് സാധാരണ എല്ലാവരും കട്ടപ്പാലാണ് ഇതിനകത്ത് ഷെയ്ക്കിനകത്ത് അടിക്കുക. പക്ഷെ ഞാൻ കട്ടപ്പാൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാനിത് തിളപ്പിച്ച് ഒരു അരമണിക്കൂറോളം പുറത്ത് റൂം ടെമ്പറേച്ചറിൽ നിന്ന് തണുത്ത ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച പാലാണ്. അതാണ് ഞാൻ ഒഴിക്കണത്. കട്ടപ്പാൽ ഞാൻ അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാറില്ല. ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോൾ കട്ടപ്പാൽ കൊണ്ട്, ഞാൻ സാധാ പാൽ കൊണ്ട്. കട്ടപ്പാൽ ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റാകും. കുറച്ച് എന്താ പറയുക കുറച്ച് കട്ടിയായിട്ടൊക്കെ കിട്ടും. കുറച്ച് ലൂസാവുന്നുള്ള കുഴപ്പമില്ല. അപ്പം ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പം നമ്മളിത് അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചു തരാം. ഇതുണ്ടോ? കാണുന്നുണ്ടോ? ഈ ഒരു പരുവാണ്. ഇതുണ്ടോ? തരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് അടിച്ച് ഇതാക്കരുത്. നമ്മൾ സ്പൂണിൽ നോക്കി കാണാൻ പറ്റും. കുറച്ച് തരിയൊക്കെ വേണം കേട്ടോ. അപ്പോഴേ നമുക്ക് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ഐസ്ക്രീം ഇടാൻ പോകുന്നത് ഒരു സ്പൂൺ കൂടി എടുത്തിട്ട് വേണം. ക്യാമറയുടെ വാനില കേട്ടോ. ഫ്രഷാണ്. പൊട്ടിച്ചിട്ടില്ല, ഭാഗ്യം പൊട്ടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രീസറിൽ കുറച്ച് കംപ്ലൈൻ്റ് അല്ല, മോള് ഫ്രീസറിൻ്റെ ഡോറ് വലിച്ച് പൊട്ടിച്ചത് കൊണ്ടേ എന്നെ പിച്ചുന്നു. അപ്പോൾ ചെറിയ എന്താ പറയുക, ഫ്രീസാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഇന്നലെ മേടിച്ചു. പക്ഷേ ഈ വീഡിയോ ഇടുമ്പോൾ 2 ദിവസം ആവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പക്ഷെ എന്നാലും 2 സ്കൂൾ ഇടുന്നുണ്ട്.
കൈ സ്പൂൺ കൈ കൊണ്ടാണ് കഴിക്ക് സ്പൂൺ കൊണ്ട് കഴിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ കുറച്ച് പാലും കൂടി ഒഴിക്കുന്നുണ്ട്. ഐസ് ഇടുന്നുണ്ട്, കുറച്ച് പാലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. പാലൊക്കെ നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ, അത് തണുത്ത പാലാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ച് നമ്മളിത് വീണ്ടും അടിച്ചെടുക്കുവാണേ. ഇങ്ങനെയായിരിക്കും കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഒഴിക്കുകയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്യാവശ്യം തിക്കായിട്ട് ഇത്രേ ഒഴിക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു വീണ്ടും കുറച്ച് ഐസ് ഇത് മുകളിലേക്ക് ഇടുന്നുണ്ട്. അത് എടുക്കണില്ലേ, അത് അടച്ചേച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ പിടിക്കില്ലേ, ഒരുപാടില്ലേ. അയ്യോ, അത് കുറച്ചും കൂടെ വേണം. കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു അവളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുണ്ടായിരുന്നുള്ളൂ. മൂന്നാമത്തതിൻ്റെ സ്പൂണ് വേണം ഇതിനൊക്കെ ഇടാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വീണ്ടും ഇതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഭംഗിക്ക് വേണ്ടി. അപ്പം നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഷോപ്പിൽ കിട്ടുന്ന ആ ഒരു രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഞങ്ങളുടെ വോയിസിന് ക്ലാരിറ്റി കുറവുണ്ടാകും, കാരണം ഡയറക്റ്റ് ലൈവായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. കാരണം വോയിസ് ഓവർ കൊടുക്കാൻ മടിയായിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഫാൻ ഇടാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയും ചൂടാണ്. അതുകൊണ്ടാണ് ഫാൻ ഇട്ടിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് കേട്ടോ ഡയറക്റ്റായിട്ട് എടുത്തുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വരാം. അപ്പോഴത്തേനും ബൈ.